UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. അദ്ദേഹത്തിന് 75,000 മുതൽ 77,000 വരെ വോട്ടും, CPM സ്ഥാനാർത്ഥി സ്വരാജിന് 65,000 മുതൽ 67,000 വരെ വോട്ടും ലഭിക്കും. BJP സ്ഥാനാർത്ഥിക്ക് 6,000 മുതൽ 7,500 വരെ വോട്ട് കിട്ടും. ഷൗക്കത്തിൻ്റെ ലീഡ് 8,000 മുതൽ 12,000 വരെ ആയിരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം അമൃത TV-യിലൂടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രവചിച്ചിരുന്നു. അത് വളരെ കൃത്യമായി തന്നെ ഏകദേശം 90% മുകളിൽ തന്നെ കൃത്യമായി തന്നെ എത്തിയിരുന്നു എന്നതാണ്. N. ഗോപാലകൃഷ്ണൻ മാഷാണ് അന്ന് അമൃത TV-യിലൂടെ ആ പ്രവചനം നടത്തിയത്. ഗോപാലകൃഷ്ണൻ മാഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, അന്ന് ഒരു പ്രവചനം പോലെ സാർ നടത്തിയിരുന്നു. വളരെ കൂട്ടിക്കിഴിച്ച് കണക്കുകൾ കൃത്യമാക്കിക്കൊണ്ടാണ് അന്നത്തെ ആ പ്രവചനം നടത്തിയത്. എത്രത്തോളം ഒരു 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 ഇപ്പോൾ കൃത്യമായി ഏകദേശം രണ്ടുപേരുടെയും വോട്ട്, പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളുടെ അല്ലെങ്കിൽ ഒപ്പം തന്നെ ഭൂരിപക്ഷം ഉൾപ്പെടെ ഏകദേശം കൃത്യമായി തന്നെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് സാർ ആദ്യം അതിനെ കാണുന്നത്? എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. 200 വോട്ടർമാരോട് ടെലിഫോണിൽ സംസാരിച്ചാണ് ഈ പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഈ എൻ്റെ 50 കൊല്ലത്തെ ഈ ഒരു പരിചയം മൂലം ഉണ്ട്. പരിചയം കൂടെ ഇതിനകത്ത് സഹായകമായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേത് വെച്ച് ഏകദേശം 13 തെരഞ്ഞെടുപ്പുകൾ ഇതിനോടകം തന്നെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സാർ പ്രവചനം നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സാർ പുസ്തക രൂപേണ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? ആ കാലത്തായിരുന്നു കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. എന്തായിരിക്കും രാഷ്ട്രീയമായി വന്നിട്ടുള്ള മാറ്റങ്ങളാണോ, സംസ്ഥാനത്തെ രാഷ്ട്രീയ തലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണോ? അതെ, അതുകൊണ്ട് തന്നെയാണ്. എത്രത്തോളമാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രവചനം? ഏകദേശം ഏതാനും വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഭൂരിപക്ഷത്തിലടക്കം വന്നിരിക്കുന്നത്. അത് കൃത്യമായി വന്നതിലും ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ട്. ആ സമയത്തേക്കും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാറിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ, നേരത്തെ ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളൊക്കെ ഉണ്ടാകാറുണ്ടോ? ഫേസ്ബുക്കിലൊക്കെ ഭീഷണി വരാറുണ്ട്. നേരിട്ടും ചിലർ വിളിച്ചിട്ടുണ്ട്. 2011 വിളിച്ചിട്ട് ഈ പണി നിങ്ങൾ നിർത്തണമെന്ന് എന്നോട് പറഞ്ഞു ടെലിഫോൺ. ഞാൻ പറഞ്ഞു ഞാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം ചെയ്യും, നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാലൊന്നും ഞാൻ ചെയ്യാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇതൊരു കണക്കിലെ കളിയും ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടിയാണ്. കണക്കിലെ കളിയൊന്നുമില്ല, രാഷ്ട്രീയ നിരീക്ഷണവും ആണ്. പൾസ് അറിഞ്ഞിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പുകൾ, ഇനിയിപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും അടുത്ത് വരാൻ പോകുന്നത്. അതിൽ എത്രത്തോളമാണ്, എങ്ങനെയായിരിക്കാം സാറിൻ്റെ ഒരു വിലയിരുത്തൽ ഇതുവരെയുള്ളത്? ഇത് ഇത്രയും കറക്റ്റായി വന്ന സ്ഥിതിക്ക് സാറിന് അതിലൊരു കൃത്യമായൊരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു. ഇത്തവണ അത് ഉണ്ടാവത്തില്ല. കഴിഞ്ഞ തവണ LDFന് 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 അവരാണ് ഭരിക്കുന്നത്. അത് ഇത്തവണ അങ്ങനെ ഉണ്ടാകത്തില്ല. അത് UDFന് ഇത്തവണ 3 എന്നുള്ള 6 എങ്കിലും ആകും. LDFന് 11 എന്നുള്ളത് ഒരു 6 അല്ലെങ്കിൽ 7 ഉണ്ടാകത്തുള്ളൂ. അതിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടുകയില്ല. ഇപ്പം UDFന് ഭൂരിപക്ഷം കിട്ടുന്ന ജില്ലാ പഞ്ചായത്തുകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പിന്നെ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. കോൺഗ്രസ്സിന് കിട്ടുന്നത് അല്ലെങ്കിൽ UDFന് കിട്ടുന്നത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, വയനാട്, കാസർഗോഡ്. BJPക്ക് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ കേരളം മുഴുവൻ കൂടെ 2 വാർഡിൽ ജയിച്ചിട്ടുള്ളൂ. അത് കാസർഗോഡ് ജില്ലയിലാണ്. ഇപ്പോൾ അത് ഒരു 15എങ്കിലും ആവും. ആകെ 961 പഞ്ചായത്തുകളാണ്. കഴിഞ്ഞ തവണ 650 പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ ഭരിക്കുന്നത് ഇടതുമുന്നണിയായിരുന്നു. അത് ഇത്തവണ ഒത്തിരി കുറയും. ഒരു 450 പഞ്ചായത്തിൽ കൂടുതൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടുകയില്ല. കഴിഞ്ഞ തവണ UDFന് 250 ഗ്രാമപഞ്ചായത്തുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു 400എങ്കിലും ആകും. ഇപ്പോഴും LDFന് അല്പം മേൽക്കൈ ഉണ്ടാകും ഈ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ. ജില്ലാ പഞ്ചായത്തിൽ UDFന് വലിയ സീറ്റ് വർധന ഉണ്ടാവും. മുനിസിപ്പാലിറ്റികളിൽ ഇപ്പം തന്നെ UDFനാണ് മേൽക്കൈ. 86 മുനിസിപ്പാലിറ്റികളിൽ 45 സ്ഥലത്ത് UDF ആണ് ഭരിക്കുന്നത്.
37 മറ്റോ ആണ് LDF ഭരിക്കുന്നത്. ഇത്തവണ അത് അങ്ങനെ തന്നെ വരും. ചിലപ്പം UDF അല്പം കൂടെ കൂടും, LDF അല്പം കുറയും. ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDF വലിയ മേൽക്കൈയായിരുന്നു. ആ മേൽക്കൈ ഇപ്പോൾ കുറയും, അത്രയും സീറ്റുകൾ കിട്ടത്തില്ല. ഇപ്പോഴും മേൽക്കൈ അവർക്ക് തന്നെയായിരിക്കും. കൃത്യമായി വരുമെന്ന് പ്രതീക്ഷിച്ച് പറയുകയും തെറ്റിപ്പോവുകയും ചെയ്ത ഏതെങ്കിലും ഉണ്ടോ? അത് 2021 UDF അധികാരത്തിൽ വരുമെന്നാണ് ഞാൻ പ്രവചിച്ചിരുന്നത്. 72 സീറ്റുകൾ, അതായത് 71 വേണം ഭരിക്കാൻ, 72 സീറ്റ് കിട്ടും. LDF 68 സീറ്റും 67 ഒരെണ്ണം BJPക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. അത് പിഴച്ചുപോയി. അതിൻ്റെ കാരണം ഈ കോവിഡ് കാലത്ത് 4 ആളുകൾക്ക് ഒന്നിച്ചു കൂടാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റിയൊക്കെ പ്രചരണം നടത്താനായിട്ട് UDF BJPക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇതിനാണ് വിലയിരുത്തലുകളുടെ ഒരു ചെറിയ പാളിച്ച അന്നുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം ആരായിരിക്കും, എത്രത്തോളമായിരിക്കും ലീഡ് എന്നതും ഇതുവരെയുള്ള ഒരു കണ്ടെത്തലാണ്. ഒരുപക്ഷെ ആ ഒരു കണ്ടെത്തൽ ഇനി ഇലക്ഷൻ്റെ ചൂട് വരുമ്പോഴത്തേക്കും മാറി മറിയാനുള്ള സാധ്യതയുണ്ടാവും. സാധ്യത കുറവാണ്, തീരെ കുറവാണ്. അങ്ങനെ ഒരു അടിയൊഴുക്ക് 6 മാസത്തിനിടയ്ക്കൊന്നും വരത്തില്ല. അതുതന്നെയാണ് 6 മാസത്തിനിടയിൽ അത്ര കണ്ട് വലിയൊരു അടിയൊഴുക്കിനുള്ള സാധ്യത ഇല്ല എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ഒപ്പം തന്നെ നമുക്ക് വേണ്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം അദ്ദേഹം പ്രവചിച്ചിരുന്നു. അത് ഭൂരിപക്ഷത്തിലടക്കം വളരെ കൃത്യമായി വരികയും ചെയ്തു. 6 മാസത്തിനുള്ളിൽ ശേഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും എന്ന കാര്യവും അദ്ദേഹം ഇപ്പോൾ അമൃത TV-യോട് പറഞ്ഞിട്ടുണ്ട്. അതും അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളും കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം നടത്തിയിട്ടുള്ളത്. വരും പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.